പയ്യോളിൽ നിന്നും രാജനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ യുദ്ധമൊക്കെ തുടങ്ങുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതീക്ഷ ഇറാനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി അവിടെ പുതിയ തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാവ സർക്കാരിനെയൊക്കെ വാഴിക്കാമെന്നായിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ നിങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ നിർത്തിയാൽ നിങ്ങൾക്ക് കുറേ ഓഫറുകൾ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാനിൽ പോയി കൈപൊള്ളി നിൽക്കുന്ന ട്രംപിൻ്റെ തന്ത്രമാണോ ഇതൊക്കെ? സാറേ, ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞു ട്രംപിന് ഭ്രാന്താണ്. അദ്ദേഹം ഇപ്പൊ വിളിച്ചു പറയുന്നതിന് ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് പറയുന്നയാ. ആ മാനസിക വിഭ്രാന്തി മാറണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ അയാളൊരു കുറച്ച് ഇത് നഷ്ടപ്പെടാനുണ്ട്. അത് ഇപ്പൊ അടുത്ത് ചൈനയെ കൊണ്ട് തന്നെ നഷ്ടപ്പെടാനാണ് സാധ്യത. അത് ചൈന തന്നെ അയാളെ എല്ലാ കാര്യങ്ങളും തീർത്തു കൊടുക്കുന്ന അതിൻ്റെ ഇത് എന്ന് വെച്ചാല് ഇപ്പൊ ഹോർമുസ് കടലെടുക്കല് പറഞ്ഞോളൂ. ഹോർമുസ് കടലെടുക്കല് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കന്റെ ഒരു എന്താണ് പണ്ട് പിന്നെ ഈച്ച പറഞ്ഞാൽ വൈറ്റ് ഹൗസിന് കൊണ്ടുപോയിട്ട് മറ്റേ ബില്ലാദം കൊണ്ടുപോയിട്ട മാതിരി ഈ മീൻ വളക്കുന്നതിന് അമേരിക്ക പണ്ടേ ലേശം കൂടുതലാ. അപ്പൊ അതുകൊണ്ട് ഈ ഭ്രാന്തന്റെ സ്വഭാവം അയാൾ എന്ന് മാറ്റുന്നോ അന്നേ അയാൾക്ക് ഇതുള്ളൂ. പിന്നെ ഈ പാകിസ്ഥാനിൽ വെച്ചിട്ടുള്ള ചർച്ച അതും വലിയ വിജയം കണ്ടെത്താൻ സാധ്യത. എന്താ വെച്ചാൽ പാകിസ്ഥാൻ പിന്നെ കത്തുന്ന ഇതിനൊരു നമ്മൾ പണ്ട് പഴമരിയില്ലേ കത്തുന്ന വരെ അങ്ങനെയുള്ള ഒരു പാകിസ്ഥാന്റെ കൂടെയാണ് ഇവർ പറയുന്നത്. ഇതൊന്നും നല്ല നിലക്ക് പോകുന്നൊന്നുമില്ല. ഇത് എന്തായാലും അമേരിക്കക്ക് രണ്ടടി പണ്ട് ബില്ലാമിൽ ചെയ്ത മാതിരി വൈറ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ മറ്റേ ഡൊണാൾഡ് ട്രംപിന്റെ കാലിന് മുട്ടിനോ ഈ നടക്ക് ഒരു ചെവിക്ക് വെടികൊണ്ടിരുന്നു പറഞ്ഞ അയാൾക്ക് ഇമ്മാതിരി വർത്താനം പറഞ്ഞ അയാൾക്ക് ചെവിക്കേ വെടിയുള്ളൂ. അയാൾക്ക് എവിടെയെല്ലാം വെടികൊള്ളാനുണ്ട് ഇനി. അതുകൊണ്ട് ഈ ഭ്രാന്തന്റെ വർത്താനം കേട്ടിട്ട് ആരും നിൽക്കണ്ട. അയാളൊരു മരഭ്രാന്തനാണ്. എന്നുവെച്ചാൽ എന്ത് സാമ്പത്തിക ഭ്രാന്തൻ എന്ന് പറയണം. അയാൾ വെറും ഭ്രാന്തനല്ല, സാമ്പത്തിക ഭ്രാന്തൻ. അയാൾ സാമ്പത്തികമായിട്ട് എല്ലാത്തിനും ഒരു എന്താ അയാൾ ഒരു വിചാരമുണ്ട്. ഞാനെന്നുള്ള ഭാവം നാശത്തിന്റെ ആണെന്നുള്ള അയാൾക്ക് മനസ്സിലായില്ല. ആ ഭാവം എന്ന് നശിക്കും. ഇപ്പൊ അടുത്തുണ്ട് അത് ചൈനയുടെ കൈകൊണ്ട് റഷ്യന്റെ കൈകൊണ്ട് ഇപ്പൊ അടുത്ത് നശിക്കും. അത് ശരി, ചൈനയോടൊക്കെയാണ് വെല്ലുവിളി നടത്തുന്നത്. ചൈന അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക കൂടിയാണ്. ശ്രീ മോഹനാണ്, വാമനപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് ഇപ്പോൾ ഈ ഓഫറൊക്കെ വെച്ച് കളിക്കുന്നതും പാകിസ്ഥാനിലെ വെച്ചൊരു ചർച്ചയൊക്കെ നടത്തുന്നു. പാകിസ്ഥാന്റെ പൂർണ്ണമായും ഇറാനടക്കം പാകിസ്ഥാന് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ചർച്ച നടത്തുകയും ആ ചർച്ച പൊളിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫറുകൾ വെക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരാം, നിങ്ങളെ രക്ഷപ്പെടുത്താം, നിങ്ങളതൊന്ന് നിർത്തൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ. യഥാർത്ഥത്തിൽ തോറ്റമ്പി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തലവന്റെ തന്ത്രമാണോ ഈ ഓഫറുകളൊക്കെ? ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞു സാറേ, ഇത് ഒരുപാട് ദിവസം കൊണ്ട് ചർച്ച ചെയ്യാണ്. കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നാ നെതിൻ രാജുവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചെയ്യണ്ടേ? ശ്രീ മോഹൻ, നമ്മള് പറഞ്ഞോളൂ, താങ്കൾ പറയാൻ അവസരം തരാം. ആഗോള യുദ്ധം നടക്കുകയും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കേരളത്തിന്റെ അടുക്കളകളിൽ പോലും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് തീരുമാനിക്കുക. കാരണം ലോക രാഷ്ട്രങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കറക്റ്റായിട്ട് ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയാണ്. എന്നൊരു ഗ്യാസിന് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അറിയാമോ? അപ്പൊ ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം ചിലപ്പോ വലിയൊരാളായിരിക്കാം. എന്നാലും നാലുപേര് പറയുന്ന കേൾക്കണ്ടേ? എല്ലാ ലോകരാഷ്ട്രങ്ങളും പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശി കൊണ്ട് എത്ര കൊച്ചുങ്ങളാണ് സാറേ മരിച്ചത്? ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു അവിടെ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയിലോ എന്റെ മക്കളോ ലണ്ടനിലോ അമേരിക്കയിലോ നിൽക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോളം ആവുന്നുണ്ട് അവിടെ പോയി പഠിക്കാനായിട്ട്. ഇത് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചെവിട്ടടിയില് ചെവിയുടെ തൊട്ട് താഴെ നല്ലൊരു അടി കിട്ടിയോണ്ടാണ് ആവശ്യം. അതിനെ ആരും തയ്യാറാവൂലായിരിക്കും. ഇന്ത്യൻ കാണില്ല, ആരും ചൈനയൊക്കെ ഇങ്ങനെ പറയണമെന്ന് വെച്ചും കൊണ്ട് അവരെങ്കിൽ കളിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരാളുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ പറയാം, പക്ഷെ അത് അങ്ങനെ
എന്നുള്ളതല്ല ഞാൻ പറഞ്ഞേക്ക. അതിനും കൂടെ സാർ സമാനം പറയും. എന്റെ മക്കള് ലണ്ടനിലും അമേരിക്കയിലൊക്കെ പഠിക്കുന്നുണ്ടോ, 20 ലക്ഷം രൂപയോളം ആവും. ശരി, അങ്ങനെ ഒരുപാട് പേർക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ശ്രീ മോഹൻ. നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഈ ഗ്യാസിന്റെ കാര്യത്തിൽ തന്നെ പല വീടുകളിലും ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ലാത്ത അവസ്ഥ, 45 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥ, അത് പല ചെറിയ ഗ്യാസ് കുറ്റിയാണെങ്കിൽ ഒരു പമ്പിലും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം അടക്കം ഇടപെടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത്രയും അദ്ദേഹത്തെ തൊഴുവല്ലേ ലോക രാഷ്ട്രങ്ങൾ മൊത്തവും. അതിന് മൊത്തം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രയും കാല് പിടിച്ച് തൊഴുകൊണ്ടായിരിക്കാം ഇത്രയും അഹങ്കാരം കാണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, നമുക്ക് പലതവണ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഈ വിഷയം അത്രത്തോളം നമ്മുടെ ജീവിതത്തെ കൂടി ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ യുദ്ധമൊന്നും അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇപ്പോഴും വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് ട്രംപിന്റെ ഒരു ബിസിനസ് താല്പര്യം മാത്രമാണ്. കാരണം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഉറക്കെ പറയൂ. ഇത് ട്രംപിന്റെ ഒരു ബിസിനസ് താല്പര്യമാണ്. കാരണം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടുകയും വിറ്റഴിക്കുമ്പോൾ വില കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം അയാളൊരു ബിസിനസ്സാണ് അയാൾ ആഗ്രഹിക്കുന്നതും അയാൾ സാമ്പത്തിക നേട്ടം അതിലൂടെ ഉണ്ടാക്കുന്നുമുണ്ട്. ഇത് ട്രംപിനിപ്പോ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും കഴിയില്ല. കാരണം ഈ ലോകരാജ തലവൻ എന്ന നിലയിൽ രാഷ്ട്രങ്ങളുടെ പോലീസ് ആയി നടിക്കുന്ന അമേരിക്കക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയുകയില്ല. ഇനി പിന്നെ ഇപ്പൊ പാകിസ്ഥാനില് ഈ ചർച്ച നടത്തി, ഇടയ്ക്ക് ചർച്ച അലത്തി അവരന്നേരം വിട്ടു. അടുത്താഴ്ച ചർച്ച ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് ചർച്ച നടത്തുമ്പോൾ ഇപ്പോൾ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ എന്ന രാജ്യം വെറുതെ ഇരിക്കുമോ? അതില്ല. ഇസ്രായേലിന്റെ അവസ്ഥ അത് തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സാറേ, ഇത് പിന്നെ നമ്മളെ കേരളത്തിലൊരു വിഷയമാണ്. ഇത് നിങ്ങളെ തിരുവനന്തപുരം ലേഖനൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരം ഐ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെ ആരോഗ്യ ഇൻഷുറൻസ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൊടുത്തിട്ട് അവിടെ സ്വീകരിക്കുന്നില്ല. അവർ 5000 രൂപയുള്ളൂ, അതിന് ശേഷമുള്ള പൈസ നിങ്ങൾ അടയ്ക്കണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ സന്തോഷം, അത് എനിക്ക് കൃത്യമായി അറിയില്ല. അതിനകത്തൊരു ചെറിയ വിഷയം, ചില ചികിത്സയ്ക്ക് തുക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിൽ പെടുന്ന ചികിത്സയാണോ അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് താങ്കൾ വിശദമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാം. ഒന്ന് അന്വേഷിക്കണം. ശരി, അന്വേഷിക്കാം. വിശദമായി വിളിച്ചു പറഞ്ഞാൽ അത് തീർച്ചയായും അന്വേഷിക്കാം. അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. താങ്കൾക്ക് ആ ഇന്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചികിത്സയ്ക്കും എത്ര രൂപ വരെ കിട്ടുമെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി തന്നെ അതിന്റെ വ്യവസ്ഥകളൊക്കെ കിടപ്പുണ്ട്. അത് താങ്കൾക്ക് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനീതി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും അക്കാര്യത്തിൽ ഇടപെടാം. ശരി, ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൈപൊള്ളി നിൽക്കുന്ന ട്രംപിന്റെ ഒരു തന്ത്രമാണോ ഈ ഓഫർ വെച്ചുള്ള കളി? അല്ല, ട്രംപ് എനിക്ക് തോന്നുന്നു ഈ ഉത്തരമുട്ട അട്ടഹാസം എന്നുള്ള കാര്യത്തില് ഒരു തിരിച്ചടി ഇറാൻ എന്ന പ്രദേശത്ത് നിൽക്കേണ്ടി വരും. കാര്യം ഇറാൻ ഇപ്പൊ സഹായിക്കുന്നത് ഇപ്പോ ചൈന, റഷ്യ, നമ്മുടെ കൊറിയ, ചൈനയൊക്കെ രഹസ്യമായിട്ട് ആയുധങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ അതല്ലാതെ ഇറാനെ കൊണ്ട് പിടിച്ചേക്കാനാവൂല. ട്രംപ് പറയുന്നതായാലും നെതന്യാഹു പറയുന്നതായാലും കാര്യം ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുവാന്നല്ലേ പറയുന്നത്. ഈ ലോകത്തിന് എന്നും നാശം തന്നെ. ആരായാലും ഈ ആണവായുധങ്ങൾ ആരെ കൈവശമുണ്ടായാലും, പ്രത്യേകിച്ച് ഒരു മതരാഷ്ട്രമാണ് ഈ ഇറാൻ. ഇവർക്കൊന്നും പള്ളി അള്ള അതിന്റെ അപ്പുറം വേറെ ലോകമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ എന്താ നടത്താൻ പറ്റാതെ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഈ ഒന്നാമത് നമ്മുടെ ഈ UN ഒരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.